ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് വണ്ടിയുടെ തന്നെ കുറച്ച് പാർട്ടുകളാണ്. സ്റ്റിക്കേഴ്സ്, ലൈറ്റിൻ്റെ ഒക്കെ വരുന്ന സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ ബ്രാൻഡ് സ്റ്റിക്കേഴ്സ്. അത് ബാറ്ററി ബോക്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ സ്ക്രൂ ഡ്രൈവർ, പിന്നെ അതുപോലെ ലൈറ്റിൻ്റെ അവിടെ വരുന്ന സംഭവങ്ങൾ, പിന്നെ ഒരു ബാക്കിൽ വരുന്ന ഒരു ഗാർഡ്, പിന്നെ ഇതിൻ്റെ സൈഡ് മിറർ, പിന്നെ അതുപോലെ വൈപ്പർ വരുന്നുണ്ട് 2 നല്ല കുഞ്ഞു വൈപ്പർ. പിന്നെ ഇത് മിററിൻ്റെ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് മാറ്റി വെക്കാം. നമുക്ക് ഇത് ചാർജർ നേരത്തെ കാണിച്ച ബാറ്ററിയുടെ. ഇതിൻ്റെ വണ്ടി ഒരു രക്ഷയില്ല. 2 ഹെഡ്ലൈറ്റ്, അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നല്ല കുഞ്ഞു വണ്ടിയാണ്, പക്ഷേ ഒറിജിനൽ വണ്ടിയുടെ പെർഫെക്ഷൻ. സസ്പെൻഷനൊക്കെ ഉണ്ട്, രണ്ടും ബാക്കൊക്കെ നല്ല സസ്പെൻഷൻ. ലൈറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒറിജിനൽ ഒരു ഫീലുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് ഐറ്റം വരുന്നത്. സസ്പെൻഷനൊക്കെ ഉണ്ട്. ടയർ നല്ല ബാക്കിലൊരു സ്റ്റെപ്പിന് ടയർ വരുന്നുണ്ട്. അവിടെ എൻജിൻ പോലെയൊക്കെ ഉണ്ട്. ഇത് രണ്ടും സിംഗിൾ സസ്പെൻഷനാണ് സ്പ്രിങ്ങിൽ. ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ആണ്. 3.7 വോൾട്ട് വരുന്ന ഒരു റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത്. തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് ഹെഡ് ലാമ്പ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു യെല്ലോ കളറിലാണ് ലൈറ്റ് വരുന്നത്, യെല്ലോ വൈറ്റ്. നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം. പെയർ ആയിരുന്ന സമയത്ത് ആ ബ്ലിങ്കിങ് പോയി. ഓക്കെ, പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം.